നമസ്കാരം. റേഡിയോ സിയു ടോക്ക് ഓണിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് റേഡിയോ സിയു ടോക്ക് ഓണിൽ നമ്മോട് കൂടെയുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസ വിഭാഗം ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ രവികുമാർ സാറാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസ വിഭാഗം 4 ഓൺലൈൻ PG കോഴ്സുകൾക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആർ ബിന്ദു മാഡം നിർവഹിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് ഈ PG കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ സാറിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. എന്താണ് സാർ ഈ ഓൺലൈൻ കോഴ്സുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾക്ക് അവരുടെ സൗകര്യത്തിൽ അവരുടെ വീട്ടിലിരുന്നിട്ടോ മറ്റ് ഇന്റർനെറ്റ് കണക്ഷനുള്ള ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ക്ലാസുകൾ പൂർണ്ണമായും കേൾക്കുകയും അവരുടെ സൗകര്യത്തിൽ തന്നെ ഈ ക്ലാസുകൾ മുഴുമിക്കുന്നതിനുള്ള അവസരം കൊടുക്കുകയുമാണ് ഈ ഓൺലൈൻ വിദ്യാഭ്യാസ രീതിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വിദൂര വിദ്യാഭ്യാസ വിഭാഗം ഒരുപാട് കാലങ്ങളായിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനായിട്ട് ഒരുപാട് കോഴ്സുകൾ നടത്തി വരുന്നുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ 4 ഓൺലൈൻ കോഴ്സുകൾ വ്യത്യസ്തമാവുന്നത്? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വളരെ പ്രൗഢമായിട്ടുള്ള ഒരു പാരമ്പര്യം നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ വളരെയധികം വിദ്യാർത്ഥികൾ പഠിച്ച് പോയിട്ടുമുണ്ട്. എന്നാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നിന്നും കുറച്ചുകൂടി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പരിണാമമാണ് ഓൺലൈൻ എഡ്യൂക്കേഷനിലുള്ളത്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ സാധിക്കുക. അവർ മിക്കവാറും അവരുടെ ലേണിംഗ് കണ്ടന്റ് വായിച്ചു നോക്കി പഠിച്ചു വരേണ്ട, പരീക്ഷ എഴുതേണ്ട ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. വളരെ കുറഞ്ഞ ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലുള്ളൂ. മറിച്ച് എല്ലാ പാഠഭാഗവും കുട്ടിക്ക് വിശദമായിട്ട് പഠിപ്പിച്ച് വിട്ടിട്ട് സ്വന്തമായിട്ട് പഠിക്കാവുന്ന രീതിയിൽ ക്ലാസ് റൂം വീഡിയോസ് തയ്യാറാക്കിയതിന് ശേഷമാണ് നമ്മൾ ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസുകളിൽ കുട്ടികൾക്കുണ്ടാകുന്ന സംശയങ്ങൾ താരതമ്യേന കുറവായിരിക്കും. അതിനു പുറമെ അവർക്ക് ലൈവ് ഇന്ററാക്ഷൻസിലൂടെ അവരുടെ സംശയങ്ങളെ തീർക്കുകയും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള വിവരങ്ങളെ ആർജിക്കുന്നതിനും വളരെ എളുപ്പമാണ് ഇതിനകത്ത്. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്? ഇതിൽ പ്രായപരിധിയില്ല. ഇന്ത്യക്കാർക്കും വിദേശികൾക്കും ഇവിടെ അപ്ലൈ ചെയ്യാം. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നിട്ടുള്ളവർക്ക് 10+2+3 ഡിഗ്രി വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് സോഷ്യോളജിക്കാണെങ്കിൽ ഏത് ഡിഗ്രിയും മതി. മറ്റ് കോഴ്സുകൾക്ക് അതാത് ഡിഗ്രി സ്പെസിഫിക്കേഷൻസ് വേണം. അത് നമ്മുടെ ഇൻഫർമേഷൻ ബ്രോഷർ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. +3 പാസ്സായിട്ടുള്ള ഡിഗ്രി ആയിരിക്കണം. ആ ഡിഗ്രിയുടെ വിഷയം നമ്മൾ ഏത് കോഴ്സിനാണോ ചേരാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് മാറും. നമുക്കിപ്പോൾ നിലവിലുള്ളത് MA പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി. ഇതിൽ സോഷ്യോളജിക്കാണ് ഇനി ഡിഗ്രി വരുന്നത്. ഏത് ഡിഗ്രി എടുത്തവർക്കും സോഷ്യോളജിക്ക് MA ഡിഗ്രിക്ക് ചേരാവുന്നതാണ്. ഇതിന്റെ ഫീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറാണ് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ ഉദ്ദേശം ഏറ്റവും കൂടുതൽ എൻറോൾമെന്റ് ഉണ്ടാകണം, ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് യൂത്ത് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കിലാണ് നമ്മൾ ഈ സംവിധാനം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. തുടക്കത്തിൽ അതുമാത്രമല്ല SC/ST കുട്ടികൾക്ക്, അതർ OEC കുട്ടികൾക്ക് മറ്റു കോഴ്സുകളൊന്നും പഠിക്കുന്നില്ല, ഒറ്റ കോഴ്സേ പഠിക്കുന്നുള്ളെങ്കിൽ അവർക്ക് ഈ ഗ്രാന്റ്സിന് അർഹതയുണ്ടാവും. അവർ കോഷൻ ഡെപ്പോസിറ്റും രജിസ്ട്രേഷൻ ഫീസും മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം അവർക്ക് ഈ ഗ്രാന്റ്സ് വഴി ലഭിക്കുന്നത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി പഠിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആദ്യ സംശയമായിരിക്കും, ഇത് ഇയർ വൈസ് ആണോ സെമിസ്റ്റർ സിസ്റ്റം ആണോ എന്നുള്ളത്. ഏതാണ് സാർ നമ്മുടെ കോഴ്സിന് വരുന്നത്? നമ്മൾ ഇനി മുതൽ സെമസ്റ്റർ സിസ്റ്റം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓൺലൈൻ അതുപോലെ തന്നെ നമ്മുടെ റെഗുലർ പ്രോഗ്രാമിന്റെ അതേ സിലബസും അതേ പരീക്ഷാക്രമവുമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതും സെമസ്റ്റർ സിസ്റ്റത്തിലാണ്. പിന്നീടുള്ള മറ്റൊരു സംശയമാണ്, ഇത് UGC അംഗീകൃതമാണോ PSC അംഗീകൃതമാണോ നമ്മുടെ കോഴ്സ് എന്നുള്ളതാണ്. UGC അംഗീകാരത്തോടുകൂടി യൂണിവേഴ്സിറ്റിയുടെ അനുമതിയോടുകൂടി നടത്തുന്ന പ്രോഗ്രാമുകളാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി നടത്തുന്ന റെഗുലർ പ്രോഗ്രാമിന്റെ അതേ ഇക്വിവാലൻസി നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിന്റെ സർട്ടിഫിക്കറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ 100% വിശ്വാസ്യതയോടെ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ പ്രോഗ്രാമുകളിൽ ചേരാവുന്നതാണ്. ഇത്തരം സംശയങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവുമെന്നറിയാം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം റേഡിയോ CU ടോക്ക് ഓണിൽ. മാത്രമല്ല
അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 20 അത് കഴിഞ്ഞ് 500 രൂപ ഫൈനോടുകൂടി മാർച്ച് 27 വരെയും അപേക്ഷിക്കാം. ഓൺലൈൻ PG കോഴ്സുകളെ കുറിച്ചുള്ള തുടർന്നുള്ള സംശയങ്ങളും നമുക്ക് രവികുമാർ സാറിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. അതിനായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ CU. ഇനി കേട്ടുകേട്ടറിയാം.